ഇതുപോലത്തെ ഒരു ഹാർഡ് കോപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഷാഡോ റൈറ്റിംഗ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഗൂഗിൾ ക്രോം തുറക്കുക, കാംബ്രിഡ്ജ് ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വരുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ബേസിക് ഇന്റർഫേസ് ഓൺ ആവും. അതിനുശേഷം ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രാമർ ഉണ്ട്, മൂന്നാമത്തതായിട്ട് കാണാൻ പറ്റും. ഗ്രാമർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഗ്രാമറുകൾ കാണുന്നുണ്ട്. വെർബ് എടുക്കുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വെർബ് എടുത്തിട്ട് ടെൻസസ് ആൻഡ് ടൈം എടുക്കുക. ടെൻസസ് ആൻഡ് ടൈം എടുത്താൽ ഇവിടെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ കാണാം. പ്രസൻറ്റ് എടുക്കുക. പ്രസൻറ്റ് എടുത്തതിന് ശേഷം പ്രസൻറ്റിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റും. പ്രസൻറ്റ് സിമ്പിൾ ഇതവിടെ ഞാൻ പ്രസൻറ്റ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ ബേസിക് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രസൻറ്റ് സിമ്പിൾ യൂസസ് ഇതിൽ ജനറൽ ട്രൂത്ത് ആൻഡ് ഫാക്ട്. ഇത് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച എക്സാമ്പിൾ തന്നെ ഇവിടെയും കാണുന്നുണ്ട്. 10 × 10 makes 100. There is always a holiday on the last Monday in August in the UK. അവിടെയും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാനുള്ള കാര്യം മനസ്സിലാക്കുക, ഫ്രേസ് മനസ്സിലാക്കുക, സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഈ ഒരു മൊബൈൽ ഫോണിലാണല്ലോ നമ്മൾ റെഫർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ മൊബൈൽ ഫോണ് തിരിച്ചു വെക്കുക, കാണാത്ത രൂപത്തിൽ വെക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ പെന്നും ബുക്കും എടുത്തിട്ട് അതേപോലെ തന്നെ എഴുതി പിടിപ്പിക്കുക. എഴുതി പിടിപ്പിച്ചിട്ട് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യുക. എപ്പോഴാണ് ശരിയാവുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു ഹാബിറ്റാക്കി മാറ്റിയാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. പ്രൊഫഷണലി റൈറ്റ് ചെയ്യാൻ കഴിയും, എഴുതാൻ കഴിയും. പ്രൊഫഷണൽ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AI ഡ്രിവൺ വേൾഡിൽ AI-നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റിംഗ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇമെയിൽ റൈറ്റ് ചെയ്യാൻ റൈറ്റിംഗ് സ്കില്ല് വേണം. ഈവൻ ഓഫീസ് എൻവയൺമെൻറ്റിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് ചാറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും റൈറ്റിംഗ് സ്കില്ല് വേണം. അപ്പോൾ ഈ ഒരു സ്കില്ല് നിർബന്ധമായിട്ടും പഠിക്കണം. ഈ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്.